ഹലോ. അപ്പോൾ ഇന്ന് എനിക്കൊരു ജ്വല്ലറിയുടെ ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് വന്ന് മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഹെയർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ ഹെയർ സൂപ്പറായിട്ട് ചെയ്ത് തന്നു. അതുപോലെ ലൈറ്റായിട്ടൊന്ന് ഞാനൊന്ന് ടച്ചപ്പ് ചെയ്ത് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എൻ്റെ അന്നത്തെ ലുക്ക്. അങ്ങനെ നമ്മൾ മൈക്കൊക്കെ എടുത്ത് നേരെ മൂവാറ്റുപുഴയ്ക്കാണ് എറണാകുളത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴയിലുള്ളൊരു ജ്വല്ലറിയിലാണ് നമുക്ക് ഷൂട്ട് വരുന്നത്. പോകുന്ന വഴിക്ക് നല്ല മഴ കിട്ടിയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് പഠിക്കേണ്ട ഡയലോഗുകളൊക്കെ ഞാൻ പഠിച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനൊക്കെ കയറി. ദെൻ നമ്മൾ മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തുള്ള തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയിലാണ് ഷൂട്ടിന് വന്നത്. അവിടെ എത്തി നമ്മൾ കുറച്ച് നേരം ഞാൻ കാറിൽ തന്നെ ഇരുന്നായിരുന്നു അവിടെ പോയി സംസാരിക്കുന്ന നേരം. പിന്നെ ഞാൻ ഷോപ്പൊക്കെ ഒന്ന് ഉള്ളിൽ കയറി കണ്ടു. അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. നമ്മളൊരു ഉച്ചയ്ക്കാണ് കേട്ടോ അവിടെ എത്തുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ മാലയും കമ്മലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ ആ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെ ഇട്ടു. ദെൻ ഷൂട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ക്ലിപ്പുകൾ സംസാരിക്കാത്തതൊക്കെ എടുത്തു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ലൈല മജ്നു അതുപോലെ കട്ട്ലേറ്റ് മൂവാറ്റുപുഴ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേട്ടന്മാർ നമുക്ക് മേടിച്ച് തന്നായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെഡ്ഡിങ് സെറ്റുകൾ അതുപോലെ ഷോമാലകളുടെയൊക്കെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ജ്വല്ലറിയുടെ ഷൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി വരുന്നത് ഇയറിങ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കമ്മലിടുന്നതിൻ്റെ ഹോള് ഭയങ്കര ചെറുതാണ്. അപ്പോൾ എനിക്ക് കമ്മലിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ തിരി ബാക്കിലൂടെയൊക്കെ ഇട്ടിട്ടാണ് കമ്മലിടുന്നത്. അപ്പോൾ നല്ല പെയിനും ഉണ്ടാകും, എന്നാലും നമുക്ക് ഇട്ടല്ലേ പറ്റുള്ളൂ. കമ്മൽ ഇട്ടില്ലെങ്കിൽ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവില്ല. പിന്നെ ഞാൻ ഗോൾഡ് അങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിട്ടല്ല പോയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ട് പോയത്. കാരണം ആ കോസ്റ്റ്യൂമും ഗോൾഡും തമ്മിൽ വലിയ സിങ്ക് ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് അവർക്ക് അങ്ങനത്തെ ക്ലിപ്പുകൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് ഷോമാലകൾ ഇട്ടു. അതിനുശേഷം നമ്മൾ പക്ക ഒരു വെഡ്ഡിങ് സെറ്റ് പോലെ കുറച്ച് മാലകൾ ഇട്ടിട്ടൊക്കെ ക്ലിപ്പുകൾ എടുത്തു. അപ്പോൾ അതിൽ ഞാൻ ആദ്യം കഴുത്തിലിട്ടിരിക്കുന്ന മാല 6 പവനാണ് കേട്ടോ വരുന്നത്. എനിക്ക് ആ മാല ഇഷ്ടമായിരുന്നു ഇട്ടപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇത് എത്രയാണ് റേറ്റ്, എത്ര പവനാണ്. അതിലൊരു പിങ്ക് കളറ് സ്റ്റോണൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനത് റൂബി ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര, അതായത് ഒന്നാമത് ഭയങ്കര ഭംഗി, ഗോൾഡും കൂടെ വന്നപ്പോൾ ഫേസിനൊരു തിളക്കമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ ഡ്രസ്സായിട്ട് എനിക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാത്തതിൽ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ നമ്മളത് നല്ല ഭംഗിക്ക് എടുത്തു വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് അവർ പറഞ്ഞത് മൂക്കുത്തികളാണ് അവിടെ കൂടുതൽ കളക്ഷൻ പോകാറ് എന്നാണ്. അതും ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പ്ലസ് അവർ കൂടുതൽ അവിടെ നിന്ന് പോകുന്നത് ഇങ്ങനെ ഒരു വളയം മൂക്കുത്തിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിലെടുത്ത് കാണിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാനൊരു കല്യാണത്തിന് പോകുന്നതിന് വേണ്ടി മൈലാഞ്ചി ഇട്ടിട്ട് അത് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ ചേട്ടൻ്റെ കയ്യിലെടുത്ത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു. കാരണം ആ മൈലാഞ്ചി കുറച്ച് പോയിട്ടും കുറച്ച് കയ്യിലുരുന്നിട്ടൊരു വൃത്തികേട് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡ്രസ്സ് മാറ്റി വന്നു. കാരണം വേറൊരു ടൈപ്പ് വീഡിയോ കുറച്ച് സംസാരിച്ചെടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു സ്ലാങ്ങും എല്ലാം ശരിയാവണമല്ലോ. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഒരു വെഡ്ഡിങ് സെറ്റും കൂടെ ഇട്ടായിരുന്നു. അതും എനിക്ക് ഇച്ചിരി കൂടെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കായിരുന്നു. പിന്നെ ആ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് ജുംക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ ജുംക്ക ഇട്ടപ്പോൾ ഒരു സ്പെഷ്യൽ ഭംഗി ഫീൽ ചെയ്തു. പിന്നെ അവർക്കും കൂടെ കുറച്ച് വീഡിയോസ് റീൽസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ ഒരു രാത്രി 7-7:30 ആയി എല്ലാം ഷൂട്ട് ചെയ്ത് കഴിയാറായപ്പോഴേക്കും. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ ചേട്ടന്മാർ നമുക്ക് ക്രീം ബണ്ണൊക്കെ മേടിച്ച് തന്നു. അതും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.